വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് ഇപ്പോൾ പുറത്തിട്ടിട്ട് അത് രാഷ്ട്രീയമായിട്ടുള്ള വലിയ വിവാദമാക്കാനുള്ള വലിയ ഗൂഢാലോചനയാണ് നടന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും പാർട്ടി നിലപാടിന് വിരുദ്ധമായി വഖഫ് ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നതിൻ്റെ തലവേദന വി.ഡി. സതീശനും കേരളത്തിലെ കോൺഗ്രസിനും വലിയ തോതിലുണ്ട്. അത് മറച്ചു പിടിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു ചെപ്പടി വിദ്യയുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതൊരു കാരണവശാലും വിലപ്പോവില്ല. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം അത്രമാത്രം മണ്ടന്മാരാണെന്നുള്ള ഒരു ധാരണയിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മുനമ്പത്തിൻ്റെ കാര്യത്തിലും ക്രൈസ്തവ സമൂഹം നേരിടുന്ന മറ്റെല്ലാ പ്രശ്നങ്ങളുടെ കാര്യത്തിലും ശരിയായ നിലപാട് സ്വീകരിച്ച് പോയിട്ടുള്ള ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ഇത്രയും കാലം കോൺഗ്രസ് പറഞ്ഞത് വഖഫ് ഭേദഗതി ബില്ല് പാസ്സായാലും മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല, ഇതിന് മുൻകാല പ്രാബല്യമില്ല എന്നാണ്. പക്ഷേ ബില്ലിലെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വഖഫിൻ്റെ അധിനിവേശം, ആരുടെ സ്വത്തും എപ്പോൾ വേണമെങ്കിലും വഖഫ് ചെയ്യാമെന്നുള്ള കരിനിയമം സമ്പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. മുനമ്പത്തുകാർക്ക് അത് പൂർണ്ണമായിട്ട് ബോധ്യമായിട്ടുണ്ട്. ക്രൈസ്തവ സഭകൾക്കെല്ലാം ഈ ശരിയായ നിലപാട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ വേവലാതിയല്ല കോൺഗ്രസിനും അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പ്രചരണം. അതിവിടെ വിലപ്പോവില്ല. ജബൽപൂരില് വൈദികരെ ആക്രമിക്കുന്നു, കേരളത്തിൽ വന്നിട്ട് കേക്ക് കൊടുക്കുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ എല്ലാ കാലത്തും ഉള്ളതാണ്. ക്രൈസ്തവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നിർണായകമായ ഓരോ സന്ദർഭങ്ങളിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദില്ലിയിൽ ഏതെങ്കിലും ഒരു പള്ളിക്ക് കല്ലെറിയുക, ക്രൈസ്തവ സമൂഹം ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ എവിടെയെങ്കിലും ഒരു പുൽക്കൂട് തകർക്കുക, ഇതൊക്കെ കേരളത്തിലും ഇന്ത്യയിലും പതിവുള്ള കാര്യമാണ്. സർക്കാരിൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. വാജ്പേയി സർക്കാരിൻ്റെ കാലത്തായാലും ഇപ്പോൾ മോദി സർക്കാരിൻ്റെ കാലത്തും അത്തരത്തിലുള്ള ഫ്രിഞ്ച് എലിമെൻസിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാരും പാർട്ടിയും ആരുടെ കൂടെ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള തട്ടിപ്പുകളൊന്നും ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹം വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ ജബൽപൂരിൽ വൈദികന്റെ മുഖത്തേറ്റ അടി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തിരുമുഖത്താണ് അടിയേറ്റതെന്നാണ് ഇന്നലെ പാംപ്ലാനി പിതാവ് പറഞ്ഞത്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെല്ലാം ബോധ്യമാവും. ഇപ്പോൾ പാലക്കാട് വലിയ തോതിൽ വിവാദമായില്ലേ? സത്യം എന്താണെന്ന് ക്രൈസ്തവ സമൂഹത്തിന് മനസ്സിലായല്ലോ. പിന്നെ എന്തിനാണ് ഇതിന് നമ്മളിങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും ഇക്കാര്യത്തിൽ വേവലാതിയില്ല. BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലും മോദി സർക്കാർ രാജ്യത്തെ സർക്കാർ എന്നുള്ള നിലയിലും കൃത്യമായ ധാരണയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു തരത്തിലുള്ള വർഗീയ ശിഥിലീകരണ പ്രവണതകളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമില്ല. മുനമ്പത്തിൻ്റെ കാര്യത്തിലും വഖഫിൻ്റെ കാര്യത്തിലും അതാണ് കണ്ടത്. അല്ല, അങ്ങനെ ഇത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിലെന്തായിരിക്കുന്നത്? BJP ഇതിനെ രാഷ്ട്രീയ പ്രചരണമായിട്ട് കണക്കാക്കിയിട്ടില്ല. BJP വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ തെരഞ്ഞെടുപ്പിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നുമല്ല. മുനമ്പത്ത് സമരം തുടങ്ങിയപ്പോൾ ഞങ്ങൾ പാർട്ടി പ്രവർത്തകർ അവരുമായിട്ട് സഹകരിച്ചത് സത്യത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അതിപ്പോൾ 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും സത്യത്തിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കാറുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു സമരമല്ല. അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിലെത്താൻ ഞങ്ങൾ അന്നേ പറഞ്ഞു, ഒറ്റ മാർഗമേ ഉള്ളൂ, ഇതിന് ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളത്. അത് ഞങ്ങൾ ചെയ്യും. കേരളത്തിലെ സർക്കാർ പറഞ്ഞത് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് പരിഹാരം കാണുമെന്നാണ്. ഹൈക്കോടതി തന്നെ അത് എടുത്ത് എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ നമുക്കെല്ലാം അറിയാമല്ലോ, ഞങ്ങളൊരു കാര്യം പറഞ്ഞു, അതിന് ലോജിക്കൽ കൺക്ലൂഷനിലെത്തി. ഞങ്ങൾ പറഞ്ഞത് വഖഫിലെ പ്രശ്നത്തിൻ്റെ കാതലായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായാലേ മുനമ്പത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കും. ഒരു മുനമ്പത്ത് മാത്രമല്ല, അനേകായിരം സ്ഥലങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. അവിടെ എല്ലാം അവർക്ക് ആശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളൊരു നിലപാടെടുത്തു. ആ നിലപാട് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങളെടുത്തത്. കേന്ദ്രത്തിലെ സർക്കാരിനെയും പാർട്ടി നേതൃത്വത്തെയും ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ മുനമ്പത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. അല്ലാതെ വി.ഡി. സതീശനും
പാണക്കാട് തങ്ങളും ചെയ്യുന്ന പോലെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, മുനമ്പത്ത് വഖഫ് ഭൂമിയല്ല എന്നൊക്കെ കള്ളം പറയുകയും അവരെ പറ്റിക്കുകയും ഭേദഗതി വന്നപ്പോൾ പാർലമെന്റിൽ ചതിക്കുകയും ചെയ്ത കൂട്ടത്തിലല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ഞങ്ങൾ പറയുള്ളൂ. മുനമ്പത്തുകാരോട് ഞങ്ങളൊരു വാഗ്ദാനം കൊടുത്തു, ശാശ്വതമായ പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കും. അത് ഇപ്പോൾ യാഥാർത്ഥ്യമായി. അങ്ങനെയാണ് ഓരോ കാര്യത്തിലും ഞങ്ങളുടെ നിലപാട്. അല്ല, അതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? LDF-ലും UDF-ലും വിശ്വാസം അവർക്ക് നഷ്ടമായിരിക്കുന്നു. സഭകളുടെ നേരിട്ടുള്ള പിന്തുണയുണ്ട് എന്ന് പറയുന്ന കേരള കോൺഗ്രസുകളിൽ പോലും അവരുടെ വിശ്വാസം നഷ്ടമായിരിക്കുന്നു. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളെ കാണുമ്പോൾ സർക്കാരിന് രണ്ട് തരത്തിലുള്ള സമീപനമാണ്. ഇവിടെ 80-20 വിഷയം വന്നു. വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ സംവരണത്തിന്റെ കാര്യത്തിൽ 20% മാത്രമാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് കിട്ടിയത്. അത് പോരാ, 18% വരുന്ന ക്രൈസ്തവർക്ക് ജനസംഖ്യാനുപാതികമായിട്ടുള്ള ശതമാനം ലഭിക്കണം, വിഹിതം ലഭിക്കണം. ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.